എല്ലാവർക്കും നമസ്കാരം. മഹാലക്ഷ്മി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടുമെന്ന് വെച്ചാൽ ഗുണ്ടകളെ എല്ലാം തള്ളി മാറ്റി മഹാലക്ഷ്മി അവിടുന്ന് ഇറങ്ങി ഓടി ഒരു പുറകെ വന്ന് ഒരു പ്രാവശ്യം മഹാലക്ഷ്മിയെ പിടിച്ചു. മഹാലക്ഷ്മി പിന്നെയും അവരെ കുതറി മാറി ഓടി മഹാലക്ഷ്മി റോഡിൽ ഇങ്ങനെ അങ്ങ് വീഴുമ്പോഴത്തേക്കും നമുക്ക് ആദ്യമേ കാണിക്കുന്ന ഒരു കറുത്ത മുണ്ടെടുത്ത ഒരു ഇതാണ്. അങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ അയ്യപ്പനല്ല, മനുഷ്യരൂപത്തിലാണ്, പക്ഷെ അത് അയ്യപ്പനാണ്. അങ്ങനെ കറുത്ത ഷർട്ടും മുണ്ടും ഒക്കെ ഉടുത്ത് നിൽക്കുവാണ് പേര് പറയുന്നില്ല. അങ്ങനെ വന്നിട്ട് മഹാലക്ഷ്മിയെ എഴുന്നേൽപ്പിക്കുവാണ്. എന്നിട്ട് ഗുണ്ടകളെ കുറച്ചു നേരം നോക്കുമ്പോൾ ഗുണ്ടകളും തിരിച്ചു നോക്കുന്നത് ഇതാരാന്ന് വെച്ചോണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ തുടങ്ങുമ്പം ഈ വന്ന ആള് ഇടിച്ചു തെറിപ്പിക്കുവാണ്. എല്ലാരെയും ഇടിച്ചു തെറിപ്പിച്ച് മഹാലക്ഷ്മി അവിടുന്ന് രക്ഷിക്കുവാണ്. അവന്മാരോടി. അങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട്, പെങ്ങളെ വാന്ന് വിളിക്കുന്നുണ്ട് മഹാലക്ഷ്മിയെ. മഹാലക്ഷ്മി ആണെങ്കിൽ അന്തിച്ച് നിൽക്കും, ഇത് ആരാന്നറിയാതെ. മഹാലക്ഷ്മി ഇങ്ങനെ പുള്ളിയെ തന്നെ നോക്കി നിൽക്കുവാണ്. അങ്ങനെ അയ്യപ്പന്റെ പാട്ടാ ഇടുന്നത് ആ സമയത്ത്. അപ്പൊ അയ്യപ്പനെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. എന്നിട്ട് വാ പെങ്ങളെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട് ഒരു അമ്പലത്തിന്റെ അവിടെ വെച്ചിട്ട് പറയുവാണ്, പെങ്ങള് കയറി തൊഴ്, കുളിച്ചില്ല എന്നൊക്കെ അറിയാം, എന്നാലും ഭഗവാനെ കയറി പ്രാർത്ഥിക്ക്, നിങ്ങളെ ആരാ ഇങ്ങോട്ട് വിട്ടേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, എന്നെ വിട്ടത് ഭഗവാനാണ്, ഭഗവാൻ ഇഷ്ടപ്പെട്ട ആളല്ലേ പെങ്ങള്, അതുകൊണ്ട് എന്നെ വിട്ടതാണെന്നൊക്കെ പറയുന്നുണ്ട്. മഹാലക്ഷ്മി ആരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, മഹാലക്ഷ്മി എന്നുള്ള പേരെങ്ങനെ അറിയാന്ന് പറഞ്ഞപ്പോ അത് പെങ്ങളെ കണ്ടാ മഹാലക്ഷ്മിയെ പോലെ ഇരിക്കും. അപ്പൊ മഹാലക്ഷ്മി എന്നുള്ളത്, മഹാലക്ഷ്മിക്ക് കണ്ണൻ എന്ന് പേരുള്ള ഒരു ഹസ്ബൻഡ് ഉണ്ടെന്ന് എനിക്ക് അറിയാന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് എന്നെ ശരിക്കും നന്നായിട്ട് അറിയാല്ലേ, നിങ്ങൾ ആരാരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് പറയാൻ തയ്യാറല്ല. എന്നിട്ട് പറയുവാണ്, പെങ്ങള് വാ ബൈക്കിൽ കയറുമോന്ന് ചോദിച്ചു. ആ ബൈക്കിൽ കയറുമെന്ന് പറഞ്ഞു. നിങ്ങളെ എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞു. എന്നാ വാ പെങ്ങളങ്ങനെ ബൈക്കിലൊന്നും കയറത്തില്ല അന്യരുടെ എനിക്ക് അറിയാം, എന്നാലും ഞാൻ പെങ്ങളെന്നാ വിളിച്ചത്, അതുകൊണ്ട് എന്റെ കൂടെ വാ, വീട്ടിൽ പോവണ്ടേ. അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എനിക്കിത് എവിടാന്ന് പോലും അറിയത്തില്ല എന്ന്. അതൊന്നും പേടിക്കണ്ട, പെങ്ങളെ ഞാൻ വീട്ടിൽ വിടാന്ന് പറഞ്ഞിട്ട് ബൈക്ക് കയറ്റിക്കൊണ്ട് പോവാണ് അയ്യപ്പൻ മഹാലക്ഷ്മിയെ. ഇതേ സമയത്ത് അനന്തവും ലേഖയും കണ്ണനും കൂടെയുള്ള സംസാരം എന്ന് വെച്ചാല്, കണ്ണന് ഭയങ്കര ഫോൺ വിളിക്കുന്നുണ്ട്, പക്ഷെ മോഹിനിയുടെ മഹാലക്ഷ്മിയുടെ ഫോൺ കിട്ടുന്നില്ല. അങ്ങനെ അനന്തൂരോടും ലേഖയോടും പറയുവാണ്, എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ ലേഖ പറയുന്നുണ്ട്, അവർ അമ്പലത്തിൽ പോയി കാണും അമ്മയും മോളതും കൂടെ. അപ്പൊ അമ്പലത്തിൽ പോയാലും എവിടെ പോയാലും പറഞ്ഞിട്ടേ പോകത്തുള്ളൂ, എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അനന്തോ പറയുന്നുണ്ട്, ഒന്നും സംഭവിക്കത്തില്ലടാ, നമുക്കറിയാം പ്രതാപനൊന്നും ആള് ശരിയല്ലെന്ന്, പക്ഷെ നിന്റെ ഹോൾഡും കാര്യങ്ങളും ഒക്കെ അവർക്ക് അറിയാവുന്നത് കൊണ്ട് അവർ ഒരിക്കലും ഒരു തരികടയ്ക്ക് നിൽക്കത്തില്ല, അങ്ങനെ തരികട കാണിച്ച് നമ്മൾ ഇടിച്ച് പപ്പടമാക്കും എന്നൊക്കെ പറയുക. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട്, മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് നമ്മൾ അയാളെ ഇടിച്ചിട്ട് എന്ത് കാര്യമാടാ, എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുവാണ്. അപ്പൊ ലേഖയും പറയുന്നുണ്ട്, ഒന്നും പറ്റത്തില്ല, മഹിക്ക് ഇനി എന്തെങ്കിലും പറ്റിയാൽ പോലും മഹിയെ ദൈവം രക്ഷിച്ച് ഇവിടെ കൊണ്ടെത്തും, കണ്ണേട്ടൻ ടെൻഷൻ അടിക്കാതെന്ന് പറയുവാണ്. ഇതേ സമയത്ത് നമ്മുടെ മഞ്ജുവും ഉണ്ണിയും ദുർഗയും കൂടെയുള്ള സംഭാഷണമാണ്. അവരാഘോഷിക്കുവാണ്. ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്, എടാ വിളിച്ചോ എന്ന്. പറഞ്ഞു, ആരും വിളിച്ചിട്ടില്ല അമ്മേ, എവിടെയോ കൊക്കെ കൊണ്ട കളഞ്ഞെന്നാ പറഞ്ഞത്. അപ്പൊ മഞ്ജു പറയുക, എന്താണെങ്കിലും ഇനി കർണേട്ടത്തിൽ മാത്രമല്ല ഇവിടെ ഉള്ളൂ, കർണേട്ടത്തെയും ചേച്ചിയായിട്ടുള്ള വഴക്കെല്ലാം ഒഴിവാകുമല്ലോ. അപ്പൊ ഉണ്ണി പറയുക, എനിക്ക് ഇപ്പോഴും ആശ്വാസമായത്. അപ്പൊ ദുർഗ പറയുവാണ്, അവൾ എന്താണെങ്കിലും വരത്തില്ല, എവിടെയോ കൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്, ഇന്നലെ രാത്രിയിലോ ഗുണ്ടകൾ അവളെ കൊണ്ടുപോയിട്ട്, അവൾ എന്താണെങ്കിലും വരത്തില്ല. അപ്പൊ നമുക്ക് തൽക്കാലം ഇങ്ങനെ നിൽക്കാം, നമുക്ക് കണ്ണൻ കാര്യം പറഞ്ഞതൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറയുക. അപ്പം മഞ്ജു ഒക്കെ പറയുവാണ്, കണ്ണേട്ടൻ വക്കീലാണ്, ഒരു കണ്ണേട്ടൻ എന്ത് കേസിന്റെ പുറകെ പോകുമെന്ന് പറയുമ്പോൾ ദുർഗ പറയുവാണ്, പോയാലെന്ത്, പ്രതാപനല്ലേ അടുത്ത് പെടുന്നത്, നമുക്ക് എന്തുവാ. അപ്പൊ മഞ്ജു പറയുന്നുണ്ട്, കർണേട്ടത്തിക്കും മുത്തശ്ശിക്കും എല്ലാം കാര്യങ്ങൾ അറിയായിരുന്നു. അപ്പൊ മഞ്ജു അത് പ്രതാപന്റെ മണ്ടേ വെക്കുവാണ്, പ്രതാപനെ എന്തായാലും വരത്തുള്ളൂ, ഇനി എന്ത് കേസ് നടത്തിയാലും പ്രതാപൻ ജയിലിൽ പോയാലും പ്രതാപൻ ഒരു വക്കീലിനെ വെച്ചങ്ങ് ഇറക്കും, ആ കണ്ണനും പഠിച്ചിട്ടൊക്കെയുണ്ട് ഒരുപാട്, എന്നാലും പ്രതാപൻ ഇറങ്ങിക്കോളൂന്ന് പറയുവാണ്. അങ്ങനെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരുമോ അതോ അവിടാണ് ഒക്കെ ചർച്ചയാണ്. അപ്പം പറയുന്നുണ്ട്, ബോഡി അവിടെ ആയിരിക്കും, അവിടെ അല്ലേ അവളുടെ തറവാട്, ഇങ്ങോട്ട് എവിടെയെങ്കിലും കൊണ്ടുപോട്ടെ. അപ്പൊ ഉണ്ണി പറയുന്നുണ്ട്, ഇനിയും കണ്ണേട്ടനാണെങ്കിൽ ഇവിടുന്ന് ഇനി എല്ലാം വിറ്റിട്ട് അനന്തുവിന്റെ ലേഖയുടെ കൂടെ പോവാ, അവരെ സൂക്ഷിക്കണമെന്ന്. അപ്പൊ ദുർഗ പറയുവാണ്, എങ്ങനെയെങ്കിലും കരഞ്ഞ് കാലെ കയ്യെ പിടിച്ചിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവരണം, സ്വത്തൊക്കെ എഴുതിയെടുക്കണം, പിന്നെ അവൻ ഇതുവഴിയേലും പോട്ടെ എന്ന്. പിന്നെ പറയുന്നു, മേഘേട്ടൻ ഭയങ്കര സന്തോഷത്തിലാണ് മഹാലക്ഷ്മിയെ കൊന്നെന്നുള്ളതിനകത്ത്, അവള് ഞങ്ങളുടെ കല്യാണമൊക്കെ മുടക്കാൻ വേണ്ടി നോക്കിയതല്ലേ, മേഘേട്ടൻ ഭയങ്കര ഹാപ്പിയാന്ന് പറയുവാണ് മഞ്ജു ഉണ്ണി എല്ലാം കൂടെ. അങ്ങനെ മഹാലക്ഷ്മിയുടെ ബോഡിയും കൊണ്ടുവരുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് മൂന്നുപേരും കൂടെ. മോഹിനിയാണെങ്കിൽ
അമ്പലത്തിൽ പോയി കരയുവാണ്. ഇതിനിടയ്ക്ക് മുത്തശ്ശിയാണെങ്കിൽ ഓടി വരുന്നുണ്ട്, എടാ പ്രതാപ എന്റെ നെഞ്ച് കിടന്ന് ഇടിക്കുന്നടാ, അവനാണെങ്കിൽ ഒരുപാട് ഹോൾഡ് ഒക്കെ ഉണ്ടടാ എന്ന് പറയുമ്പോൾ പ്രതാപം ചോദിച്ചു, അമ്മ എന്തോ അമ്മ ഈ പറയുന്നേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനത് ഡീൽ ചെയ്തോളാം, ജയിലിൽ പോകണമെങ്കിൽ പൊയ്ക്കോളാം, എന്നെ ഇടിച്ചെങ്കിൽ ഇടിച്ചു, എനിക്ക് എന്റെ മോളെ വിഷമിപ്പിക്കരുത്, എന്റെ മോക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുക. ഇപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, എടാ അവൻ ആ കേസിന്റെ പുറകെ പോവും, ചിലപ്പോ ഇവിടെ പോലീസ് വരുമായിരിക്കും, പോലീസ് വന്നാല് അമ്മയും കരുണയൊന്നും ഒന്നും ചെയ്യത്തില്ല, എന്നെ പിടിച്ചോണ്ട് പോവായിരിക്കും, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. പ്രതാപൻ രണ്ടും കൽപ്പിച്ചാണ്, ജയിലിൽ പോവാനും റെഡിയാണ്, പോലീസിന്റെ നിധി വാങ്ങിക്കാനും റെഡിയാണ് എന്നൊക്കെ പറയുക. അപ്പൊ കരുണ പറയുവാണ്, കരുണ അതിന് മുമ്പ് സന്തോഷം, ഭയങ്കര ചിരിയാണ് കരുണയ്ക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പം പ്രതാപൻ പറയുവാണ്, മോള് സന്തോഷമായിട്ടിരിക്കുക, അതല്ലേ ഏറ്റവും വലുതെന്ന്. അപ്പം കരുണ പറയുവാണ്, ഇവിടെ ഒരു പ്രശ്നക്കാരിയുണ്ട്, നമ്മൾ എന്താണെങ്കിലും എന്റെ വായിന്നൊന്നും വീഴത്തില്ലെന്ന് പ്രതാപൻ പറയുവാണ്. അപ്പം കരുണ പറയുന്നു, അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, ഇവിടെ വേറൊരാളുണ്ട്, എന്റെ അമ്മ നമ്മളെ ഒറ്റിക്കൊടുക്കുന്ന നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ പ്രതാപൻ പറയുക, മോൾ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കണം, മര്യാദക്കിരുന്ന് അവൾക്ക് കൊള്ളാം, എന്തെങ്കിലും വിളിച്ചു പറയാൻ അവളുടെ ഉദ്ദേശമെങ്കിൽ അവളെ ഞാൻ ഇവിടെ ശരിയാക്കും, അല്ലെങ്കിൽ അവളുടെ നാക്കടയ്ക്കാനുള്ള വഴിയൊക്കെ ഞാൻ കാണുന്നുണ്ടെന്ന് പ്രതാപൻ പറയുവാണ്. പാവം മോഹിനിയാണെങ്കിൽ അമ്പലത്തിൽ പോയി കിടന്ന് കരച്ചിലാണ്, കരഞ്ഞ് എന്റെ മോളെ ഇതുവരെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരയുവാണ്. അപ്പൊ നമ്മുടെ ആ മുത്തശ്ശി വന്ന് മോഹിനിയുടെ ഷോൾഡറിൽ പിടിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശി എന്തായാലും കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും. ബാക്കിയൊക്കെ അടുത്ത എപ്പിസോഡിലാണ്. ഇത്രയുമാണ് ഇന്നത്തെ റിവ്യൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്